1. ഒരു കൈയിൽ കുഞ്ഞും മറുകൈയിൽ വേസ്റ്റ് സഞ്ചിയുമായി ഒരു സ്ത്രീ കുട്ടിയോട് സംസാരിച്ചുകൊണ്ട് തെരുവിലേക്ക് കടക്കുന്നു. പാർക്കിനടുത്ത് അവൾ തെരുവിന്റെ മൂലയിൽ മാലിന്യ സഞ്ചി വലിച്ചെറിയുന്നു. ആ തെരുവിൽ ജോഗിംഗ് ചെയ്യുന്ന മറ്റൊരു വ്യക്തി അത് കാണുന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ മാലിന്യം വലിച്ചെറിയുന്നത്? കുറച്ചു മാറി വേസ്റ്റ് ബിൻ കിടപ്പുണ്ടല്ലോ, അതിലിട്ടാ പോരെ? താ എന്നെ ചൊല്ലുണ്ടേ, ചവറ്റോട്ടവരെ നാ നടക്കണമെന്നാ? നന്നാക്കായി കുഞ്ഞിയുള്ളത് കാണില്ല. അത്ര വെടിപ്പുണ്ടെങ്കിൽ താൻ തന്നെ കൊണ്ടേയിട്ടു. ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു കാര്യത്തിൽ സൂക്ഷിക്കുക, നിന്റെ പ്രവൃത്തിയുടെ ഫലം നീ തന്നെ അനുഭവിക്കും. ബേളിപ്പവൻ എന്നെ ചെയ്യാനാണ്, എന്നെ പഠിപ്പിക്കാനാണ്, എന്നെ ചെയ്യോണ്ട് ഒന്ന് നാക്കൂടിയുണ്ട്. ഡേ 2. ആ സ്ത്രീ വീണ്ടും വരുന്നു, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. പക്ഷെ ആരും അവളെ പിന്തുടരുന്നില്ല. ആ സ്ത്രീ തന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാലവർഷം സമാഗതമായി. വീടുകളുടെ പരിസരങ്ങളിൽ അങ്ങിങ്ങായി കിടക്കുന്ന പൊട്ടിയ പാത്രങ്ങളിലും ചിരട്ടകളിലും തൊണ്ടുകളിലും മറ്റുമായി വെള്ളം നിറഞ്ഞുകൊണ്ടേയിരുന്നു. ആ കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകുകൾക്ക് മുട്ടയിട്ട് വളരാനുള്ള സാഹചര്യമൊരുക്കിക്കൊടുത്തു. കൊതുകുകളുടെ എണ്ണം നാൾക്കുനാൾ പെരുകി വന്നു. കൊതുകുകളെ കൊണ്ടുള്ള ശല്യം ആളുകൾക്ക് അസഹനീയമായി തുടങ്ങി. അല്ലാ, മഴ പെയ്യണ്ടല്ലോ. നന്നാ കുപ്പ എല്ലാം മുറ്റത്തുള്ളത് ഇപ്പൊ നനഞ്ഞു. ഇപ്പത്താ ഇതെന്നി കുറുക് നന്നിട്ടും കുഞ്ഞിട്ടും കടിയോട് കടി. ഒരാഴ്ചക്ക് ശേഷം സ്ത്രീ കൈക്കുഞ്ഞുമായി ഡോക്ടറുടെ ക്യാബിനിലേക്ക് പ്രവേശിക്കുന്നു. നാ കടന്നോട്ടെ ഡേറ്ററെ? യെസ്, കമ്മിങ്. ഡേറ്റർ എങ്ങാണ്ട് കണ്ടുനല്ലോ. നമ്മൾ അന്നൊരു ദിവസം പാർക്കിൽ വെച്ച് കണ്ടിരുന്നു. ഓ, നാക്ക് ഇപ്പൊ ഓർമ്മ വന്നിട്ട്. ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ എന്തിനാ വന്നത്? കാര്യം പറ. നന്നാ മോൾക്ക് ഭയങ്കര പനിയും ഛർദിയും, മേലെല്ലാം മുളുകോനെ ശികപ്പ് വന്നുവിട്ടേ. എനിക്കൊരു സംശയമുണ്ട്. ഇത് ഡെങ്കിപ്പനിയായിരിക്കാം. ഒരു രക്തപരിശോധന നടത്താനുള്ള കുറിപ്പ് എഴുതിയിട്ടുണ്ട്. മറ്റന്നാൾ റിസൾട്ടുമായി വന്ന് എന്നെ കാണുക. നാ എന്നാ റിസൾട്ടും കൊണ്ട് വരുമോ? പിറ്റേ ദിവസം രക്തപരിശോധനാ ലാബിൽ. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നോ. ശരി, അമ്മ 5 മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. എവിടെ അമ്മ? ഇവിടെ ഒരു റിസൾട്ട്. ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തോളൂ. ശരി. അമ്മ കുഞ്ഞുമായി ഹോസ്പിറ്റലിൽ. നാ കടന്നോട്ടെ? കയറി വരൂ. ഇതാണ്ടാവ തന്നെ റിസൾട്ട്. എന്റെ സംശയം ശരിയായിരുന്നു, കുഞ്ഞിന് ഡെങ്കിപ്പനിയാണ്. നേറ്റുവാടേറ്ററെ, നന്നാ കുഞ്ഞിക്കേതും വരുമോറ്റാ. പക്ഷെ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, അത് നമുക്ക് ശരിയാക്കാം. ഞാൻ കുറച്ച് മരുന്നുകൾ കുറിക്കുന്നുണ്ട്, അത് നിർദ്ദേശാനുസരണം കുട്ടിക്ക് കൊടുക്കുക. ശരി ഡേറ്ററെ, വലിയ ഗുണമുണ്ട്. 2 ദിവസങ്ങൾക്ക് ശേഷം അമ്മ കുഞ്ഞുമായി ഹോസ്പിറ്റലിൽ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല ഗുണമുണ്ട് ഡേറ്ററെ, ഇപ്പൊ നല്ല ഗുണമുണ്ട്. ശരി, ഞാനൊന്ന് നോക്കട്ടെ. വളരെയധികം പുരോഗതിയുണ്ട്. അന്ന് ഞാൻ ഡേറ്റർ പറഞ്ഞത് കേട്ടില്ല അഞ്ഞലിയാ. കേട്ടാ മതിയാഞ്ഞവാ. ഇത് മൺസൂൺ സീസണാണ്. നിർബന്ധമായും വൃത്തിശീലങ്ങൾ പാലിക്കണം. മാലിന്യങ്ങൾ നമുക്ക് ദോഷകരമല്ലാത്ത വിധം സംസ്കരിക്കുക. അന്ന് ഞാൻ നിങ്ങളോട് മാലിന്യം ശരിയായ സ്ഥലത്ത് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് വിമുഖത കാണിച്ചല്ലോ. അതിന്റെ പരിണിത ഫലമാണ് ഈ കാണുന്നത്. ഇത്ര വലിയ കല്ലാപ്പ് വന്നേനായാണ്ട് ഇങ്ങനെ ശബരെല്ലാം വലിച്ചെറിഞ്ഞ ഇത്രായിരം ബുദ്ധിമുട്ടും ബേജാറും ഉണ്ടാണ്ടെന്ന് നാ കാവറായത്. ഇനിയൊന്നും നാ ഇങ്ങനെ ചെയ്യാം.
ഇനി അതിനെ വീണ്ട മട്ടത്ത് നല്ല രീതിയിൽ തന്നെ ഇല്ലാതെ ആ ശബരെല്ലാം ഒഴിവാക്കാം. ഓക്കെ, ശരി, പോയി വരും. Do you know about dengue? ഡെങ്കിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? Dengue is a viral infection caused by the bite of mosquitoes. ഡെങ്കിപ്പനി കൊതുക് കടി മൂലമുണ്ടാകുന്ന വൈറസ് ബാധയാണ്. The primary vectors of dengue are Aedes mosquitoes. ഡെങ്കിപ്പനിയുടെ പ്രാഥമിക വാഹകർ ഈഡിസ് കൊതുകുകളാണ്. They usually grow in fresh waters, ഇവ സാധാരണയായി ശുദ്ധജലത്തിലാണ് വളരുന്നത്. commonly seen during daytime. പകൽ സമയത്താണ് സാധാരണയായി കാണുന്നത്. Symptoms. ലക്ഷണങ്ങൾ. The symptoms will appear 3 to 14 days after the virus enters the body. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 3 മുതൽ 14 ദിവസങ്ങൾക്ക് ശേഷം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. High fever with chills, വിറയോടുകൂടിയ ഉയർന്ന പനി, headache, തലവേദന, pain in the back of the eyes, കണ്ണുകളുടെ പിൻഭാഗത്ത് വേദന, pain on muscles and joints, പേശികളിലും സന്ധികളിലും വേദന, rashes or red spots, തിണർപ്പ് അല്ലെങ്കിൽ ചുവന്ന പാടുകൾ, nausea or vomiting. ഒക്കാനം അല്ലെങ്കിൽ ഛർദി. Treatment. ചികിത്സ. Patient should take proper rest. രോഗികൾ ശരിയായ വിശ്രമം എടുക്കണം. Even after the fever subsides, should be careful for 3 or more days. പനി കുറഞ്ഞാലും 3-4 ദിവസങ്ങൾ കൂടി ശ്രദ്ധിക്കണം. Drink plenty of water or juice. ധാരാളം വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് എന്നിവ കുടിക്കുക. Patient should sleep and rest inside the mosquito nets. രോഗികൾ കൊതുക് വലയ്ക്കുള്ളിൽ ഉറങ്ങുകയും വിശ്രമിക്കുകയും വേണം. Precautions. മുൻകരുതൽ. Avoid the stagnation of water. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. Safely remove coconut shells, plastic utensils, insoluble wastes, useless tires and buckets on a weekly basis. ചിരട്ട, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, വെള്ളത്തിൽ ലയിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ ടയറുകൾ, ബക്കറ്റുകൾ എന്നിവ ആഴ്ചതോറും സുരക്ഷിതമായി നീക്കം ചെയ്യുക. Protect water storages using mosquito nets or cloths. കൊതുക് വലകളോ വസ്ത്രങ്ങളോ ഉപയോഗിച്ച് ജലസംഭരണികൾ സംരക്ഷിക്കുക. Use cream to avoid mosquito bites. കൊതുക് കടി ഒഴിവാക്കാൻ ക്രീമുകൾ ഉപയോഗിക്കുക. Use long cloths to cover full body. ശരീരം മുഴുവൻ മറയ്ക്കാൻ നീളമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. Observe a dry day weekly by destroying mosquito sources. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാനായി വീടിന് പരിസരത്തുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെയും നശിപ്പിച്ച് കൊണ്ട് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഡ്രൈ ഡേ ആചരിക്കുക.